കല്യാണം കഴിഞ്ഞു പിന്നെ 6 മാസം കഴിയുന്നുണ്ട് മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാം കാശൊന്നുമില്ല എൻ്റെ പെങ്ങളെ ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാം കാശൊന്നുമില്ല എൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണ് കെട്ടി 5 പിള്ളേരുമായി ആരെയൊക്കെ നോക്കും എൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണ് കെട്ടി 5 പിള്ളേരുമായി ആരെയൊക്കെ നോക്കും എൻ്റെ പെങ്ങളെ അടിച്ചാലും ഇടിച്ചാലും അളിയനല്ലേ പെങ്ങളെ കുറച്ചൊക്കെ സഹിച്ചുകൂടെ പെങ്ങളെ പെങ്ങളെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പാട്ടെഴുതി പാടിയിരുന്നത് അത് നമ്മളവിടുത്തെ ഒരു ചാനലിലെ ചേട്ടൻ വന്ന് എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടായിരുന്നു. അത് നമുക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നി ആ ഒരു ഇതിലായിട്ട് അതെ അങ്ങനെ ആ ഒരു ഇതിൽ വന്ന എന്റെ മനസ്സിൽ അങ്ങനെ വന്ന ഒരു ഇത് വെച്ച് ഞാൻ പാടി. നല്ല ട്യൂണും കൂടുതലോ? ട്യൂണും ഇതായിട്ട് അത് നമ്മള് ആ ചേട്ടാ ആ ചാനലിലെ ചേട്ടനാണ് നമ്മളൊക്കെ കൂടുതൽ സഹായം ചെയ്തതും എടുത്തത്. എന്നിട്ട് നമ്മളത് ശ്യാംകുമാർ. അപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട് ആ പാട്ട് ഹിറ്റായി? ഗൾഫിൽ നിന്നൊക്കെ എന്നെ അവിടെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വന്നപ്പോ കൂട്ടുകാരന്മാർ ചോദിച്ചു അളയപ്പോ പാട്ട് ഒന്നും ഇല്ലെന്നൊക്കെ ചോദിച്ച് നമ്മളിപ്പോ അങ്ങനെയില്ല, നമ്മള് ജോലി ചെയ്യുന്നു പോകുന്ന ആ ഒരു ഇതില് നമുക്ക് അതിനോട് ഇതില്ല വന്നില്ല. പിന്നെ ഒരു പാട്ട് എഴുതി വെച്ച് അത് പിന്നെ ഇത് ഇട്ടില്ലായിരുന്നു. അത് ഈ മദ്യപിക്കുന്നവർക്ക് പറ്റി എന്റെ പൊന്നു വച്ചാ ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെന്റെ അച്ഛ എന്റെ പൊന്നു വച്ച ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെന്റെ അച്ഛ ഇന്നലെ വീട്ടില് ചാപ്പുകാരൻ വന്ന് കാശു ചോദിച്ചപ്പോൾ ഞാൻ നാണിച്ചു നിന്നു അതിൻ പൊരുൾ അച്ഛനൊന്നും അറിയില്ലല്ലോ അതിൻ പൊരുൾ അച്ഛനൊന്നും അറിയില്ലല്ലോ. ആ മക്കൾക്ക് ആ മക്കളെ ആ 2 പെൺമക്കളുമായിട്ട് കഴിയുന്ന അതിന്റെ ഒരു രീതിയിലാണ്. നല്ല മെസ്സേജ് വരുന്ന പാരഡി ഗാനങ്ങൾ ഇപ്പൊ നമുക്ക് പാരഡി ഗാനങ്ങളൊക്കെ എഴുതുന്ന നമ്മുടെ പാരഡി ഗാനം എന്ന് കേട്ടത് തന്നെ നമ്മുടെ ദിലീപേട്ടന്റെ ഉറ്റ സുഹൃത്ത് ആദർശയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പൊ അത് അതിമനോഹരമായി ഇങ്ങനെ പാരഡിയൊക്കെ എഴുതാൻ ചേട്ടനെ കണ്ടാൽ അയാളൊക്കെ കൊത്തിയെടുത്തോണ്ട് പോകും. പിന്നെ അല്ലാതെ തന്നെ അല്ലാതെ ഗാനമേളയ്ക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ അത് പഠിത്തമൊക്കെ ഇന്ന സമയത്തിനായിരുന്നു. പിന്നെ അതൊക്കെ ഗാനമേളയൊക്കെ ഇതായപ്പോൾ പിന്നെ ഒരു സിനിമ പാട്ട് പാടാമോ? ചേട്ടന് നല്ല പാടാൻ കഴിവുണ്ടെന്ന് അറിയാം. ഒരു പഴയ ഒരു സിനിമ പാട്ട്. മലർശരമേതു അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലകരി സ്വപ്നങ്ങളിടരും ഉന്മാദലകരി സ്വർഗീയ സ്വരമാധുരി ആഗന്ധവലയമാധുരി കസ്തൂരി മാനേ മലർശരമേതു അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു.